ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹലോ, അതെ, അത് കുറച്ച് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ചെറിയൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കണ്ടൊക്കെ എടുക്കണം. ആണല്ലേ, ഓക്കെ. നമ്മൾ സെക്കൻഡ് ഹാൻഡ് ക്യാമറ വാങ്ങുമ്പോൾ, യൂസ്ഡ് ക്യാമറസ് വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. ഓക്കെ, താങ്ക് യു. കേട്ടില്ലേ? ഒരു സെക്കൻഡ് ഹാൻഡ് ക്യാമറ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു യൂസ്ഡ് ക്യാമറ വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചതാണ് ഇങ്ങനെ ഒരു വീഡിയോയെക്കുറിച്ച്. സോ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. വെൽക്കം ടു ഫുഡ് ഫോട്ടോ വാക്ക്. പ്രധാനമായിട്ട് 4-5 പോയിന്റ്സ് ആണ് ഒരു യൂസ്ഡ് ക്യാമറ വാങ്ങുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒന്ന്, അതിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുറമേ കാണാനുള്ള ഒരു ഭംഗിയാണ്. ആക്ച്വലി നമ്മളെ എല്ലാവർക്കും മനസ്സിൽ ഒരു ചിന്തയുണ്ടാവും, പുറമേ കാണാനായിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അതിന് അകത്തും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ക്യാമറയുടെ കാര്യത്തിൽ പുറത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഒരു പുത്തൻ ഒരു നല്ലൊരു ഗ്ലൈസിങ്, നല്ലൊരു ഷൈനിങ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അകത്തും നല്ലതായിരിക്കും എന്ന ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവാറുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ അത് മുഴുവനായി ശരിയാണെന്നില്ല. എക്സ്റ്റേണൽ അപ്പിയറൻസിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ചെറിയ സ്ക്രാച്ചസ് അല്ലെങ്കിൽ താഴെ വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ പൊട്ടലുകൾ, ക്രാക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചതവുകൾ ഒക്കെ ക്യാമറയ്ക്കുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. എല്ലാ ബട്ടൺസും നല്ല രീതിയിൽ ആണോ ഇരിക്കുന്നത്, നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ചിലപ്പോൾ ചില ക്യാമറകൾ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സെക്കൻഡ് ഹാൻഡ് ക്യാമറ ഇങ്ങനെ കണ്ടപ്പോൾ മനസ്സിലായത് അതിൻ്റെ ഒരു ബട്ടൺ അകത്തേക്ക് കയറി പ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട എക്സ്റ്റേണൽ അപ്പിയറൻസിന് ശ്രദ്ധിക്കേണ്ട കാര്യം LCD സ്ക്രീനിൻ്റെ കാര്യമാണ്. എന്തെങ്കിലും പൊട്ടലുകളുണ്ടോ, എന്തെങ്കിലും സ്ക്രാച്ചസ് ഉണ്ടോ, LCD സ്ക്രീൻ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അതുപോലെ തന്നെ ഈ മൈക്രോഫോൺ പോർട്ടുകൾ, നമ്മുടെ USB അല്ലെങ്കിൽ ചാർജിങ് അതിനുള്ള പോർട്ടുകൾ ഒക്കെ നല്ല രീതിയിലാണോ ഉള്ളത്. അതുപോലെ തന്നെ SD കാർഡിൻ്റെ പോർട്ട് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, നന്നായിട്ട് അടയ്ക്കാൻ പറ്റുന്നുണ്ടോ. ബാറ്ററി എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഒരു ബാറ്ററി എടുത്ത് നോക്കുക, ബാറ്ററിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സ്റ്റേണൽ അപ്പിയറൻസ് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമെന്ന് വെച്ചിട്ട് കാര്യങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക, ഉറപ്പായിട്ട് നോക്കുക. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് ക്യാമറ വാങ്ങുന്നത് എന്നുള്ളതാണ്. സാധാരണയായിട്ട് പ്രൊഫഷണലായിട്ട് ഒരു ക്യാമറ യൂസ് ചെയ്യുന്നവർ, അതായത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ്, അവർ യൂസ് ചെയ്ത ക്യാമറ അവരുടെ അപ്ഡേറ്റ്സിന് സമയമാകുമ്പോൾ അവർ ക്യാമറ വിൽക്കാറുണ്ട്. അതുപോലെ നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ളവർ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള IT പ്രൊഫഷണൽ, അതുപോലെ ക്യാമറ ഫോട്ടോഗ്രാഫി അതൊരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകൾ ചിലപ്പോൾ ആദ്യത്തെ അവരുടെ ഒരു ആവേശത്തിന് വാങ്ങിയ ഒരു ക്യാമറ പിന്നീട് കുറച്ചാൾ കഴിയുമ്പോൾ ഇത് ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയിട്ട്, അല്ലെങ്കിൽ ആ പുതിയതിനോടുള്ള ഫോട്ടോഗ്രാഫിയോട് ഒക്കെയുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോയിട്ട് ചിലപ്പോൾ ക്യാമറ കൊടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ക്യാമറ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഷട്ടർ കൗണ്ട് ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഷട്ടർ കൗണ്ട് കാര്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ പറയാം. ഇനി ഒരു നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാമറ ഫോട്ടോഗ്രാഫി ഇതൊക്കെ ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ആളുടെ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ചിലപ്പോൾ അയാൾ അത് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ അത് ഹാൻഡിലിങ്ങിൽ ചിലപ്പോൾ അത് റഫ് ഹാൻഡിലിംഗ് ആവാം, ചിലപ്പോൾ എവിടെയെങ്കിലും താഴെ വീണ്ടോ അതിൻ്റെ കൃത്യമായുള്ള യൂസേജ് അറിയാതെ വാങ്ങിയ ഒരാളാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന നിങ്ങളുടെ ഈ സെല്ലർ ഒരു നോൺ പ്രൊഫഷണലാണോ പ്രൊഫഷണലാണോ, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പുകളിൽ ഇരുന്നിട്ട് ക്യാമറ റെൻറ്റിന് കൊടുക്കുന്ന ചില ഷോപ്പുകളൊക്കെ ഉണ്ട്, ക്യാമറ റെൻറ്റിന് കൊടുത്തിട്ട് പൈസ വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ഒരുപാട് കയ്യിൽ കൂടി പോയ ക്യാമറ ആവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പിന്നീട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു റെൻ്റൽ ഇതിൽ നിന്ന് വാങ്ങുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ബില്ല്, അതിൻ്റെ പാക്കിങ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ പർച്ചേസിങ് ഡേറ്റ്, സർവീസ് ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ വാങ്ങാൻ പോകുന്ന ക്യാമറയുമായിട്ട് ഒരു സർവീസ് സെൻറ്ററിൽ, ഇപ്പോൾ കാനോണിൻ്റെ ആണെങ്കിൽ കാനോണിൻ്റെയോ അല്ലെങ്കിൽ നിക്കോണിൻ്റെ ആണെങ്കിൽ നിക്കോണിൻ്റെയോ ഓതറൈസ്ഡ് ആയിട്ടുള്ള സർവീസ് സെൻറ്ററിൽ എത്തിയിട്ട് അവിടെയുള്ള സർവീസ് സെൻറ്ററിലുള്ള ആളുകളെ കൊണ്ട് ക്യാമറ ഒന്ന് പരിശോധിപ്പിക്കുക. ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഇതിൻ്റെ സീരിയൽ നമ്പർ അടിച്ചു കൊടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു സർവീസ് സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സർവീസ് സെൻറ്ററിൽ നിന്ന് അറിയാൻ കഴിയും. കൃത്യമായിട്ടാണ് ഒരു ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലാണ് അവരത് സർവീസ് ചെയ്യാൻ കൊടുത്തിരുന്നത് എങ്കിൽ അറിയാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡേറ്റ് ഓഫ് പർച്ചേസ്, അതിൻ്റെ സീരിയൽ നമ്പർ വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഇത് ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്ററിൽ കയറി ഇറങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ക്യാമറ എടുക്കുമ്പോൾ അതുകൂടി ഒന്ന് നോക്കുക. ബില്ലിങ് നോക്കുമ്പോൾ
അതിൻ്റെ ബില്ല് കൃത്യമായിട്ട് ബില്ലുണ്ടോ, ഒരു പാക്കറ്റായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നതെങ്കിൽ ആ പാക്കിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഓൺലൈനായിട്ടും ചിലപ്പോൾ നമുക്ക് ഈ യൂസ്ഡ് ക്യാമറകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ സെല്ലറുടെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ സെല്ലറുടെ ഒരു റിവ്യൂ ഒന്ന് വായിച്ച് നോക്കിയിട്ട് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഷട്ടർ കൗണ്ട്. നോർമലി ഒരു ഷട്ടർ കൗണ്ട് എന്ന് പറയുന്നത്, ഒരു മിനിമം ഷട്ടർ കൗണ്ട് എന്ന് പറയുന്നത് ഒരു 1 lakh ആണ് എന്ന് പൊതുവേ പറയാറുണ്ട്. ഒരു മിനിമം ഒരു 1 lakh ഷട്ടർ കൗണ്ടിൽ കുറവാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഷട്ടർ കൗണ്ട് അറിയാനായിട്ട് ഷട്ടർ കൗണ്ട് എത്രയുണ്ട് എന്ന് സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മൂവീസ് എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അറിയാൻ സാധിക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് പോർട്ടുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കാം. അതിൽ കയറിയിട്ട് നിങ്ങളുടെ ക്യാമറയുടെ ഡീറ്റെയിൽസ്, ക്യാമറയുടെ ഒരു ഇമേജ് അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ നമ്പരൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ക്യാമറ എത്രത്തോളം ഷട്ടർ കൗണ്ട് വന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും ഒരാൾ യൂസ് ചെയ്ത ഒരു ക്യാമറ എടുക്കുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു റിസ്ക് ആണ്. കാരണം പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു റിസ്ക് തന്നെയാണ്. മറ്റുള്ള ഒരു എക്യുപ്മെൻറ്റ്സിനെ അപേക്ഷിച്ച് ക്യാമറ കുറച്ചുകൂടി റിസ്ക് കൂടുതലാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. എനിവേ നമുക്ക് എടുക്കുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ക്യാമറ എടുക്കുന്നതിന് മുമ്പ് ക്യാമറ ഉപയോഗിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്നുണ്ട്. അതൊന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. വാങ്ങുന്നതിന് മുമ്പ് ക്യാമറയുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്റ്റേണൽ അപ്പിയറൻസ് നോക്കുക. ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് നോർമലി ഷട്ടർ പ്രസ് ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. വെറുതെ ഓൺ ചെയ്യാതെ ആരെങ്കിലും തരുന്ന ഒരു ക്യാമറ വാങ്ങിക്കൊണ്ട് പോരരുത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് കണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം എടുക്കുക എന്നുള്ളതാണ്. ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബാറ്ററി ചാർജിങ്, ചാർജർ തുടങ്ങിയ കാര്യങ്ങൾ ചാർജിൽ കണക്ട് ചെയ്ത് തന്നെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. മെമ്മറി കാർഡ് ഇട്ട് നോക്കുക. ഇപ്പം മെമ്മറി കാർഡ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സർവീസ് സെൻറ്ററിൽ എത്തി ഒരു മെമ്മറി കാർഡ് ഇട്ട് ഫോട്ടോ എടുത്ത് നോക്കാം. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാം. കാർഡ് റീഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കാർഡ് ചിലപ്പോൾ കാർഡ് എറർ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫ്ലാഷ് നോർമലി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അതുപോലെ തന്നെ ട്രൈപോഡിൻ്റെ കണക്ട് ചെയ്യാനുള്ള ട്രൈപോഡ് മൗണ്ട് കൃത്യമായിട്ടുണ്ടോ എന്ന് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോർട്ടുകൾ എല്ലാം, മൈക്രോഫോൺ പോർട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ കേബിൾ കണക്ട് ചെയ്യുന്ന USB പോർട്ടുകൾ, അവയെല്ലാം കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് കണക്ട് ചെയ്ത് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റഡ് ആണോ എന്ന് നോക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫേംവെയർ അപ്ഡേറ്റ് ആണോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ അല്ലെങ്കിൽ ഒരു ഫേംവെയർ അപ്ഡേറ്റിനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് സെല്ലറെ കൊണ്ട് അത് ചെയ്ത് വാങ്ങുന്നതിനായിട്ട് ശ്രമിക്കുക. ക്യാമറ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലെൻസിൻ്റെ കാര്യം. ലെൻസ് പഴയ ലെൻസ് ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. വലിയ പ്രശ്നമില്ല, വലിയ തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് പറ്റുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ സെക്കൻഡ് ഹാൻഡ് ലെൻസുകൾ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ലെൻസിൻ്റെ കാര്യം നമ്മൾ വേറൊരു വീഡിയോയിൽ പറയാം. ലെൻസിൻ്റെ കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ച് നീണ്ടുപോകും എന്നുള്ളതുകൊണ്ട് അത് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ അതിൻ്റെ പുറകെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ യൂസ്ഡ് ക്യാമറ വാങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അബദ്ധങ്ങളൊന്നും പറ്റാതെ, ക്യാമറ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിസ്ക് ആണ്. അപ്പോൾ അബദ്ധങ്ങളൊന്നും പറ്റാതെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ, ഇൻ കേസ് സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫറോ ഒക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കാണിച്ചിട്ടെടുക്കാനായിട്ട് ശ്രമിക്കുക. ആരെങ്കിലും പറയുന്നത് വിശ്വസിച്ച്, നല്ല ക്യാമറയാണ് എന്ന് പറയുന്നത് വിശ്വസിച്ച് എടുക്കാതിരിക്കുക. കാരണം പൈസ നിങ്ങളുടെയാണ്. അടുത്ത ആഴ്ച മറ്റു വീഡിയോ കാണാം. ബൈ ഫോർ നൗ.